അമ്മേ വാ പോവാം. എന്താ അമ്മേ, കല്യാണം വിളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുന്നേ? പെട്ടെന്ന് റെഡിയാവ്. കൊറേ സ്ഥലത്ത് വിളിക്കാവുള്ളല്ലേ, ടൈമില്ല. കണ്ണടച്ച് തുറക്കും മുമ്പ് മുഹൂർത്ത സമയാവും. വാ. വേണ്ടടാ, പിന്നെ ആവട്ടെ. പിന്നെ ആവട്ടെന്നോ? എന്തു പറ്റി അമ്മയ്ക്ക്? വയ്യായിക വല്ലതും ഉണ്ടോ? വയ്യാത്തത് മനസ്സിനാടാ. ആ കാലമാട മാഷ് വല്ലതും പറഞ്ഞോ? ഇല്ലടാ, ആകാശിനെ കുറിച്ച് ഓർക്കുമ്പോ. എന്താ അവനോടൊരു സ്നേഹം? അതൊന്നും അല്ലടാ. എന്നോട് എത്ര അനുസരണക്കേട് കാണിച്ചാലും അവനെയും ഞാൻ പ്രസവിച്ചതല്ലേ. അമ്മ തന്നെ പ്രസവിച്ച എന്റെ അനിയനാണ് അവൻ. പക്ഷേ അവൻ ചെയ്തു കൂട്ടി ഓർത്താ കാല് മുതൽ ഉച്ച വരെ തിരുത്തു കയറുക. അമ്മയ്ക്കും അങ്ങനെ തന്നെയല്ലേ? ആ തുണിക്കച്ചവടക്കാരി കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രമുള്ളൂ എനിക്ക് അവനോട് ദേഷ്യം. പക്ഷെ ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലാണെന്ന് ഓർക്കുമ്പോ എനിക്ക് വല്ലാതെ വിഷമാവുക. അമ്മേ, നിങ്ങളുടെ വേദന വിഷമം കൊണ്ടുവന്ന് അടുപ്പിലിട്. അവൻ ചെയ്തതൊക്കെ ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ നാട് മുഴുവൻ ഫ്ലെക്സും പോസ്റ്റ് ഒട്ടിച്ച് നാണം കെടുത്തില്ലേ? ആ സമയത്താ മോനെ ഓർത്ത് സങ്കടം. എടാ മോനെ, നീ ദേഷ്യപ്പെടല്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, ആകാശിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇതൊക്കെ ആ ഐശ്വര്യം കെട്ടവളെ നിന്റെ അച്ഛനും കൂടി ചേർന്ന് ചെയ്യിപ്പിക്കുന്ന. എടാ, ആകാശിനെ അവള് താളത്തിന് തുള്ളിക്ക. അവള് താളം ഇടുമ്പോ തുള്ളാൻ പോകുന്ന എന്തിനാ? മണ്ടരൊന്നുമല്ല അവൻ. എടാ, ചെറുപ്പം മുതലേ അവനോട് ഓരോന്ന് പറഞ്ഞ് ഞാനുമായിട്ട് അവനെ തെറ്റിച്ചു. എന്നിട്ട് അയാളുടെ നിയന്ത്രണത്തിലാക്കി. എന്നിട്ട് ഐശ്വര്യം കെട്ടവൾ അവന്റെ തല കെട്ടിവെച്ചു. എടാ, അതുകൊണ്ടൊക്കെ എനിക്ക് അവനോട് ദേഷ്യം. എടാ മക്കളെ, പെറ്റമ്മയ്ക്ക് അവരുടെ മകൻ ലോക്കപ്പിൽ കിടക്കുന്നെന്ന് അറിയുമ്പോ സഹിക്കാൻ കഴിയോടാ? നീ ശ്രേയോട് പറഞ്ഞ് ആകാശിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കടാ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അവനെ പുറത്തിറക്കാൻ അമ്മയ്ക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ അമ്മ തന്നെ ശ്രേയ മേഡത്തെ വിളിച്ചു പറ. ഞാൻ പോയി കല്യാണം വിളിച്ചിട്ട് വരാം. ഒരു പിള്ള സ്നേഹം കൊണ്ട് വന്നിരിക്കുക. എടാ മോനെ, ഒന്ന് പോയമ്മേ. ചേട്ടാ, ഹലോ മാഡം, ഇത് പോലീസ് സ്റ്റേഷനാ. ഞങ്ങളുടെ അനുമതിയോടെ വേണം പ്രതിയോട് സംസാരിക്കാൻ. ബാലമാഷിന്റെ മരുമകളാണല്ലോ, ഒറ്റ കൺസിഡറേഷനില്ല. അതാ ഞാനൊന്നും പറയാത്തത്. സോറി സർ. അക്കുച്ചേട്ടനെ ആകാശിനെ കോടതിയിൽ ഹാജരാക്കാൻ പോവാ. അവിടെ വെച്ച് സംസാരിക്കാനുള്ളത് സംസാരിച്ചു. ഇവിടെ നിന്ന് സമയം കളയാതെ നല്ലൊരു വക്കീലിനെ കണ്ട് ജാമ്യത്തിനുള്ള കാര്യങ്ങൾ നോക്കൂ. ജാമ്യത്തിന്റെ ആവശ്യമില്ല സർ. കുറച്ച് സമയത്തിനുള്ളിൽ സാറിനൊരു കോള് വരും. കോളോ? അതെ സർ. ഓഹോ, പാർട്ടിക്കാരെ കണ്ട് ശുപാർശയ്ക്കുള്ള പരിപാടിയാണോ? അതെന്റെ അടുത്ത് നടക്കത്തില്ല. ആര് പറഞ്ഞാലും ആകാശിനെ സ്റ്റേഷനിൽ നിന്ന് വിടില്ല. വക്കീലിനെ കണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ. ടെൻഷൻ ആവണ്ട. അരമണിക്കൂർ കൂടെ അക്കുച്ചേട്ടൻ ലോക്കപ്പിൽ കിടക്കേണ്ടി വരുള്ളൂ. പരാതി പിൻവലിച്ചെന്നും ആകാശിനെ റിലീസ് ചെയ്യണമെന്നും പറഞ്ഞ് നിന്റെ കോള് വന്നില്ലെങ്കിൽ ഈ എവിഡൻസ് ഞാൻ അവിടെ നൽകും. പിന്നെ അറിയാലോ, നിന്റെ ജോലിയും പോവും, ജീവിതവും പോവും. മോളെ, എവിടെയാ? വീട്ടിലാൻറ്റി. എന്താ, എന്തെങ്കിലും അത്യാവശ്യം? ഉണ്ട് മോളെ, ഒരു കാര്യം പറയാനുണ്ട്.
അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാനും കൺഫ്യൂഷനിലാ. എന്താണെങ്കിലും പറ ആന്റി. ആന്റി എന്താ ഇങ്ങനെ പറയുന്നതെന്ന് മോള് തെറ്റിദ്ധരിക്കരുത്. എന്താ ആന്റി, കാര്യം പറ. കല്യാണം വിളിക്കാൻ ഇറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ എനിക്കതിന് കഴിയില്ല. ആകാശിനെ കുറിച്ച് ഓർക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു വിഷമം. ആകാശിനെ കുറിച്ച് ഓർത്ത് ആന്റിക്ക് വിഷമോ? അതെ, അവൻ എന്ത് ചെയ്താലും ഞാൻ പ്രസവിച്ച മോനല്ലേ. അവൻ ലോക്കപ്പിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ. എന്താ ആന്റി പെട്ടെന്ന് ഇളയ മോനോടൊരു സ്നേഹം? അയ്യോ, ഒരു കുറ്റബോധം, പശ്ചാത്താപം. കുറ്റബോധമായാലും പശ്ചാത്താപമായാലും മോൻ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഹലോ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അത് ഞാൻ പറയുന്നത് അവൻ കേൾക്കോ അനുസരിക്കോ ഒന്നും ചെയ്തില്ലെങ്കിലും കേസും കോടതിയൊക്കെ കേട്ട് വരുമ്പോ തെറ്റ വയറിന് സഹിക്കോ മോളെ? അതിനിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? അത് മോള് കൊടുത്ത കേസൊന്നും എനിക്ക് വേണ്ടി പിൻവലിക്കോ? കേസ് പിൻവലിക്കാനോ? അവൻ എന്നെ അപമാനിക്കാനും നാണം കെടുത്താനും നാട് മുഴുവൻ ഫോട്ടോയും ഫ്ലെക്സും വെച്ചത് മറന്ന് ഞാൻ അവന് മാപ്പ് കൊടുക്കണമെന്നാണോ? അയ്യോ, അങ്ങനെയല്ല മോളെ. മോളൊന്നും മറക്കുകയും പൊറുക്കുകയും മാപ്പ് കൊടുക്കുകയും ഒന്നും വേണ്ട. അവൻ ചെയ്ത തെറ്റിന് അവനെ പുറത്തു കൊണ്ടുവന്ന് എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തു. ഞാനത് ചോദിക്കുകയില്ല, കണ്ടതായി നടിക്കത്ത് പോലുമില്ല. ആ തുണിക്കച്ചവടക്കാരിയുടെ കയ്യിലെ പാവയവൻ. അവളെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ലോക്കപ്പിലോ ജയിലിലോ എവിടെ വേണമെങ്കിലും കൊണ്ടിട്ടോ. പക്ഷെ എന്റെ മോൻ പാവാ. അവനെ ഒന്ന് പുറത്തു കൊണ്ടുവരണം. എനിക്ക് വേണ്ടി അത് മോള് ചെയ്യില്ലേ? ഹലോ ഹലോ, ശ്ശോ, കട്ട് ചെയ്തല്ലോ. ഈശ്വര, നീ എന്ത് ചെയ്യും? അക്കുച്ചേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ പുറത്തിറക്കുന്ന. എനിക്ക് നിന്നെ വിശ്വാസമാണ് കാക്കുത്തി. ആ മേഡം ഇതുവരെ പോയില്ലേ? ചാരുമോളെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? മോനെ ടെൻഷൻ ആവണ്ട, എല്ലാം ഇനി വക്കീല് നോക്കിക്കോളൂ. ബാലമാമേ, വക്കീൽ സാറിന്റെ ആവശ്യമില്ല. അക്കുച്ചേട്ടൻ ഇപ്പൊ തന്നെ പുറത്തിറങ്ങും. മോളെ എന്തായി പറയുന്നത്? വക്കീല് വേണ്ടെന്നോ? മാഷേ, മരുമോള് വന്നപ്പോ തൊട്ട് പറഞ്ഞു തുടങ്ങിയതാ. മാഷ് ഇത് കേൾക്കണ്ട. ഹസ്ബൻഡ് ലോക്കപ്പിലായപ്പോ പാനിക്കായിട്ട് പറയുന്നതായിരിക്കും. മോൾക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയില്ല ബാലമാമേ. പിന്നെന്താ വക്കീല് വേണ്ടെന്ന് പറയുന്നത്? വക്കീൽ സാറിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. മാഷേ, ചാരുവിന് കേസിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. ഉടൻ തന്നെ ആകാശിനെ കോർട്ടിൽ പ്രസന്റ് ചെയ്യും.